SIR ജോലി സമ്മർദ്ദത്തിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നൊരു ഭീഷണിയുമായി ഒരു ബൂത്ത് ലെവൽ ഓഫീസർ രംഗത്ത് വന്നു. കോട്ടയം മുണ്ടക്കയം സ്വദേശി ആന്റണിയാണ് വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരുടെ ഗ്രൂപ്പിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭീഷണിയിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് ചെല്ലാം. ഇലക്ഷൻ കമ്മീഷനും നിങ്ങളെ റവന്യൂവിലെ ഉദ്യോഗസ്ഥരും കൂടി ഞങ്ങളെ ചൂഷണം ചെയ്യാണ്. എല്ലാ തരത്തിലും ചൂഷണം ചെയ്ത് ഞങ്ങളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നത്. ഈ അടിമപ്പണി ദയവായിട്ട് നിർത്തണം. എന്റെ മാനസിക നില തകർന്നു പോകുന്ന അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. പലരുമായിട്ട് സംസാരിച്ച് മനുഷ്യന്റെ സമനിലയും മാനസികമായിട്ടുള്ള ആരോഗ്യം നഷ്ടപ്പെട്ട് ഞാൻ അന്നെങ്കിൽ ആരെങ്കിലും കൊല്ലും, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ കൊല്ലും. അതുകൊണ്ട് ദയവായിട്ട് എന്നെ ഈ ജോലിയിൽ നിന്ന് പിന്മാറാൻ അനുവദിക്കണം. എന്നെ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. മട്ടുതട്ടാ പറയുന്നത്, സഹി കെട്ടാവട്ടാ പറയുന്നത്. ഞാനല്ല വില്ലേജ് ഓഫീസിന് മുമ്പ് ഞാൻ വിഷം കടിച്ച് ഞാൻ ചാകും. അത് കളക്ടറേറ്റിലായിരിക്കും, എവിടെയായിരിക്കും. എനിക്ക് അതുപോലെ മാനസിക സമ്മർദ്ദമാണ്. എനിക്ക് സ്വൈര്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കല്ല ഞാനിപ്പം വന്നിരിക്കുന്നത്. ഈ ഡിജിറ്റലൈസേഷൻ 1 മിനിറ്റ് കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സംഗതി ശരിയാ. ഇങ്ങർക്കൊക്കെ AC റൂമിൽ നിന്നുകൊണ്ട് പറയാം. ഇതൊന്നും വെളിയിരിക്കുന്ന വെയിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യന്റെ ബുദ്ധിമുട്ട് എന്നാന്നുള്ള അറിയത്തില്ല. ജനത്തിന് തെറിയേക്കാനും നിങ്ങളെ തെറിയേക്കാനും പറ്റത്തില്ല. ഒന്നേ ഞാൻ ആത്മഹത്യ, അതിന് ഉത്തരവാദി ഈ ഇലക്ഷൻ കമ്മീഷനും ഈ SIR ആണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർ വല്ലാത്ത സമ്മർദ്ദം അനുഭവിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പല ആളുകൾക്കും ഈ ജോലിയോട് അങ്ങോട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ഈ മുണ്ടക്കയത്തുകാരൻ എന്താ സംഭവിച്ചെന്ന് പറയാൻ നമുക്കൊപ്പം ചേരുകയാണ്. ടോബി, ഗുഡ് മോർണിംഗ്. BLOമാർക്ക് ടെൻഷൻ കൂടുതലാണ് എന്ന് പല റിപ്പോർട്ടുകളും വന്നു കഴിഞ്ഞു. SKN തീർച്ചയായിട്ടും ഇതിനോടകം തന്നെ നമ്മൾ അത്തരത്തിലുള്ള വാർത്തകൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ അവസാനത്തെ ഒരു കാര്യമാണ്, അവസാനത്തെ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇന്നലെയാണ് മുണ്ടക്കയം സ്വദേശിയായിട്ടുള്ള ആന്റണിയുടെ ഒരു ശബ്ദ സന്ദേശം ഈ വില്ലേജ് ഓഫീസർ അടക്കമുള്ളവരുടെ ഗ്രൂപ്പിലേക്ക് വരുന്നത്. ആ ഓഡിയോയാണ് നമ്മളിപ്പോൾ കേട്ടത്. അതിൻ്റെ അകത്ത് കൃത്യമായി പറയുന്നുണ്ട് കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരുന്നു, ഒപ്പം തന്നെ ശാരീരിക സമ്മർദ്ദവും. ഈ വെയിലത്തൊക്കെ നടന്ന് അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. 2 കാര്യങ്ങളാണ് ഈ ആന്റണി എന്ന് പറയുന്ന BLO എടുത്തു പറയുന്നത്. ഒന്ന്, നാട്ടുകാരുടെ അടുത്തു നിന്നും ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ, എതിർപ്പ്, അവരുടെ തർക്കങ്ങൾ, അതിന് ഉത്തരം പറയേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇത് കൃത്യമായി നടപ്പാക്കാത്തതിലുള്ള സമ്മർദ്ദം. ഇങ്ങനെ 2 വശത്തു നിന്നും സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് തനിക്കും ഉണ്ടാകുന്നത്. ഒന്നെങ്കിൽ താൻ ആരെങ്കിലും കൊല്ലും, അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും കൊല്ലും, അല്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു ഭീഷണിയാണ് ആ ഓഡിയോ സന്ദേശത്തിലുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ളവർ കടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സ്വിച്ച് ഓഫ് ആണ് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ. ഈ വലിയ ദുരിതം അനുഭവിക്കുന്നു. പ്രത്യേകിച്ചും ഈ ഫോം നൽകി കഴിഞ്ഞാൽ അത് കൃത്യമായി ആളുകൾ പൂരിപ്പിച്ച് നൽകുന്നില്ല. അപ്പോൾ അത് പൂരിപ്പിച്ച് നൽകേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് ഇവർക്ക് പോകുന്നു. എന്നാൽ അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ, ഇന്റർനെറ്റോ മൊബൈലോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നൽകുന്നില്ല. 1 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറയുമ്പോഴും അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി നൽകുന്നില്ല. ഇത് ആളുകൾക്കിടയിലേക്ക് ചെല്ലുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ സമയബന്ധിതമായി ഇത് തീർക്കാനുള്ള ഒരു കടുത്ത സമ്മർദ്ദം ഈ ഉദ്യോഗസ്ഥർ താഴെ തട്ടിലുള്ള ഈ BLOമാർക്ക് മുകളിൽ ചുമത്തുന്നു എന്നുള്ള ഒരു പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. എന്തായാലും മുണ്ടക്കയം സ്വദേശിയായിട്ടുള്ള ഈ വ്യക്തി ഒരു പോളിടെക്നിക്കിലെ ഉദ്യോഗസ്ഥനാണെന്ന് കൂടി നമുക്ക് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള ശ്രമങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.